ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. റോമർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ആരാധന എന്നുള്ള പദം മനോഹരമായൊരു പദമാണ്. ദൈവത്തെ ആരാധിക്കുക. ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതിനെന്ത് ചെയ്യണമെന്നാണ് അടുത്ത വാചകത്തിൽ പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നിങ്ങളൊരു ആരാധനയായി തീരണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി തീരണം. അതിന് ചെയ്യേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ടൊരു പ്രയോജനമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ പറ്റും. ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നമുക്ക് പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെക്കുറിച്ച്? ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നു, ഇത് മാറണമോ വേണ്ടയോ? ഒരു വിവാഹത്തിൻ്റെ ആലോചന വരുന്നു, ഇത് തുടരണമോ മുൻപോട്ട് പോകണമോ വേണ്ടയോ? അങ്ങനെ പല കാര്യങ്ങൾ ഭൗതികമായി തന്നെ നമ്മൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ഏതാണ് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ പക്ഷേ പലരോടും ചോദിക്കുമായിരിക്കും. ആരോടും ചോദിക്കണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഏത് കാര്യത്തിലാണെങ്കിലും അറിയാനുള്ള എളുപ്പ വഴി ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെട്ടാൽ ലഭിക്കുന്ന വലിയ ഭാഗ്യമതാണ്. എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ വചനത്തിന് മാറ്റമില്ല. വചനം പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമായി ആരാധനയെക്കുറിച്ച് പറയുകയാണ്. ആരാധന എന്ന് പറയുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് 2 പേരുടെ കാര്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. കയനും ഹാബേലും അവര് യാഗമർപ്പിക്കുവാനായിട്ട് പോയി. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് യാഗമർപ്പിച്ചു. പക്ഷേ ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, കയനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. നാം കേട്ടിട്ടുണ്ട്, കായൻ്റെ യാഗത്തിൻ്റെ ആ കൊണ്ടുവന്ന സാധനത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഹാബേൽ നന്നായിട്ട് കൊണ്ടുവന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, കടിഞ്ഞൂരുകളിൽ നിന്ന്, മേധസ്സിൽ നിന്ന് തന്നെ ഹാബേൽ കൊണ്ടുവന്നു. കയൻ നിലത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മോശപ്പെട്ടതൊന്നും കയൻ കൊണ്ടുവന്നതായി വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ കായൻ്റെ വഴിപാടിൽ, യാഗത്തിൽ, ആരാധനയിൽ ദൈവം പ്രസാദിക്കാത്തതിൻ്റെ കാരണം അവനിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അനേകം ആരാധനകൾ നിലവിലുണ്ട്. കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഉണ്ട്. ശാന്തമായി, വളരെ സൗമ്യമായി, പ്രത്യേകിച്ച് ഒരു ശബ്ദവുമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. വിവിധ മതത്തിലുള്ളവർ അവർ പക്ഷേ മരത്തിൻ്റെ കീഴിൽ ഹിമാലയത്തിൽ പോയി ആരാധിക്കുന്നവരുണ്ട്. ഇതൊക്കെയുണ്ട്. പലവിധ ആരാധനകൾ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ 2 തരത്തിലുള്ള ആരാധനയേ ഉള്ളൂ. ഒന്ന് അക്സെപ്റ്റബിൾ വർഷിപ്പ്, മറ്റൊന്ന് അൺഅക്സെപ്റ്റബിൾ വർഷിപ്പ്. ദൈവപ്രസാദമുള്ള ആരാധന, മറ്റൊന്ന് ദൈവം പ്രസാദിക്കാത്ത ആരാധന. കയീന് കോപം വന്നു, വഴിപാട് കൊണ്ടുവന്നു, ദൈവം പ്രസാദിച്ചില്ല. കോപിച്ചു മുഖം വാടി, എന്നിട്ട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം അനിയനെ കൊണ്ടുപോയിട്ട് വയലിലേക്ക് വിളിച്ച് അവനെ കൊന്നു, കൊലപാതകം ചെയ്തു. അസൂയ, കയ്പ്,
വിദ്വേഷം, പക, കൊലപാതകം ഇതെല്ലാം ചെയ്തു. എന്നാൽ കയീൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു? ദ ഗ്രേറ്റസ്റ്റ് സിൻ. അത് മറ്റൊന്നുമായിരുന്നില്ല. ദൈവം അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തിരുന്നു. ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? പാപം വാതിൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. കയ്യനെ നീ നന്മ ചെയ്താൽ, ഹാബേലിനെ പോലെ നീ നന്മ ചെയ്താൽ ദൈവത്തിൻ്റെ പ്രസാദം നിന്റെ മേൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് കേട്ടിട്ട് പോലും അവനത് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോയത്. വേദപുസ്തകം പറയുന്നത് കയ്യിൻ്റെ വഴി എന്നാണ്. കയ്യിൻ്റെ വഴി, അവന് സ്വന്തമായിട്ടൊരു വഴിയുണ്ടായിരുന്നു. എന്നാലോ ഹാബേലിനെ നോക്കൂ. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഹാബേലിന് വിശ്വാസമുണ്ടായിരുന്നു, കായേനോ അവിശ്വാസിയായിരുന്നു. 1 യോഹന്നാൻ 3:12 പറയുന്നുണ്ട്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ. ദുഷ്ടത എന്നുള്ളത് അവിശ്വാസമാണ്. അപ്പൻ അമ്മ ആദമും ഹവ്വയും അവര് ആലോചിച്ച് നോക്കൂ, ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടെങ്കിലും കുഞ്ഞുങ്ങളെ എൻ്റെ വിശ്വാസം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. മക്കളെ ഇങ്ങനെ സംഭവിച്ചു, പാപം ചെയ്തു, ഏദൻ തോട്ടത്തിൽ പുറത്തായി, ഇതെല്ലാം മക്കളെ പറഞ്ഞു കേൾപ്പിച്ചു. രണ്ടുപേരെയും പറഞ്ഞു കേൾപ്പിച്ച് കാണില്ലേ? എന്നാൽ ഹാബേൽ അവൻ വിശ്വാസിയായിരുന്നു. അവന് മനസ്സിലായി, എൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞാലത് മാറുകയില്ല എന്ന് ഹാബേൽ വിശ്വസിച്ചു. അതവന് നീതിക്കായി കണ്ണിൽ കിട്ടും. അതുപോലെ തന്നെ അവനും കേട്ടതാണ് കയീൻ. പക്ഷെ അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്ന് വേദപുസ്തകം പറയുന്നു. അവിശ്വാസം മൂലം അവന് സാധിച്ചില്ല. മുന്നറിയിപ്പ് കൊടുത്തു ദൈവം, നീ നന്മ ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നിന്റെ മേലുണ്ടാകും. അനുസരിച്ചില്ല. അവൻ അതിലും വലിയ ചതി എന്താ ചെയ്തതെന്നറിയാവോ? അവൻ്റെ ഉള്ളിലെ അനിയനോടുള്ള കോപവും അസൂയയും വൈരാഗ്യവും മറച്ചു പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പാവം ഹാബേൽ കൂടെ ചെന്നു. അവനെ അവിടെ വെച്ച് ഹാബേലിനെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരാധനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ ആരാധനയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലുണ്ടെങ്കിലും ആരാധന അതിൻ്റെ സർവ്വമഹത്വത്തോടുകൂടെയും കാണുന്നത് 22-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അവിടെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമെ എന്ന് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. ഇതേ ദൈവം വാഗ്ദത്തം നൽകിയിട്ടാണ് വർഷങ്ങളായി, ആണ്ടുകൾ കുഞ്ഞില്ലാതിരുന്ന എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. ആ ദൈവം പറയുമോ എൻ്റെ മകനെ യാഗം കഴിക്കാൻ? എന്നാൽ അബ്രഹാം അന്ന് രാത്രി, അത് കഴിഞ്ഞു പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കൂപ്പിട്ട് മകനെയും കൂട്ടി വിറകും കീറി വിറക് മകൻ്റെ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അവനവിടെ യാഗം കഴിച്ചു. എന്താണ് യാഗം കഴിച്ചത്? ഏറ്റവും വലുതിനെ, ഏറ്റവും നല്ലതിനെ, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനെ. ദൈവത്തിന് യാഗം കഴിക്കുന്നത് എന്തെങ്കിലുമല്ല, ഏറ്റവും സ്നേഹിക്കുന്നതിനെ. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്താ? നമ്മുടെ ശരീരത്തെ തന്നെയാണ്, നമ്മളെ തന്നെയാണ്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. ദൈവം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ആരും തൻ്റെ ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ശരിയാണ്, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. ആ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യാഗമായി സമർപ്പിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. റോമർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: Therefore, in view of God's mercy, I appeal to you, I urge to you. In view of God's mercy, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു,
അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്, therefore, ആകയാൽ. മലയാള പുസ്തകത്തിൽ അത് മിസ്സിംഗ് ആണ്. ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറയുകയാണ്, ആകയാൽ ദൈവത്തിൻ്റെ കരുണയോർത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ആകയാൽ എന്ന് പറഞ്ഞതെന്നറിയാമോ? അതിൻ്റെ 4-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യന് നീതീകരണം ലഭിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, മനുഷ്യ സഹോദര സഹോദരി, ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുകയാണ്, സൗജന്യമായി നീതീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുകയാണ്. നിന്റെ പാപം ദൈവം ഓർക്കുന്നില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കൂ, ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനമില്ല, നഷ്ടപ്പെട്ടു. കാരണം ആദ്യം മനുഷ്യൻ പാപം ചെയ്തു. എന്നാൽ പുസ്തകത്തിൽ പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് മനുഷ്യന് അടുക്കുവാൻ സാധിക്കുന്നു, ദൈവവുമായി സമാധാനത്തിലാകുവാൻ നമുക്ക് സാധിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യ നിന്റെ പാപത്തിന്റെ മേൽ ജയം നേടുവാൻ യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം നിനക്ക് സാധിക്കും. മനുഷ്യന് പാപത്തിന്റെ മേൽ ജയമുണ്ട്, പാപത്തിന്റെ മേലുള്ള ജയം സാധ്യമാണ്. 7-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിൽ നാം ഒന്നാണ്, യേശു ക്രിസ്തുവാകുന്ന സത്യമണവാളൻ മണവാട്ടിയായി എന്നെയും നിങ്ങളെയും ചേർത്തിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതെല്ലാം അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിൻ്റെ കരുണ, മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒരു കഥയുണ്ട്. ഒരു വീടിന് തീ പിടിച്ചു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മുകളിലത്തെ നിലയിൽ അവിടെ ഒരു മകനുണ്ട്. അവനവിടെ പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുകയാണ്. പെട്ടെന്ന് തീ പിടിച്ച വീട് മൊത്തം കത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി ആ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവനെ വാരിയെടുത്ത് പൊതിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് പല നിലകളിലൂടെ ഇറങ്ങി താഴേക്ക് കോവണിയിലൂടെ ഒക്കെ വന്ന് വീട് മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വന്ന് അവനെ രക്ഷിച്ചു. അവനിപ്പോൾ വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ആ രക്ഷിച്ച മനുഷ്യൻ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ്. കാരണം മേലെല്ലാം ശരീരം മുഴുവനും പൊള്ളലേറ്റു, മരിക്കത്തക്ക അത്യാഹിത നിലയിലാണ്. ആശുപത്രിയിൽ രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ രക്ഷപ്പെട്ട മകൻ അവിടെ ചെല്ലുകയാണ്. തന്നെ രക്ഷിച്ച ഈ സഹോദരനെ ഒന്ന് കാണുവാൻ അവിടെ ചെല്ലുകയാണ്. അവനവിടെ ചെന്നു നിന്നു. എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ? അവനൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ നിസാര പരിക്കുകൾ മാത്രം. എന്നാൽ ഈ മനുഷ്യൻ വികൃതനായി, വികലമായി, മനുഷ്യനാണോ എന്ന് തോന്നാൻ സാധിക്കാതെ വണ്ണം വിരൂപമായി കിടക്കുകയാണ്, പൊള്ളി കിടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ, ഈ കുട്ടി അവിടെ നിൽക്കുകയാണ്. എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ? എന്തെല്ലാം ആയിരിക്കും? നിങ്ങളാണെങ്കിൽ ഒന്ന് ശാന്തമായി ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായിരിക്കും പോകുന്നത്? താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞിട്ട് പോവുകയാണോ? അല്ല. 1 കിലോ ആപ്പിൾ അവിടെ വെച്ചിട്ട് ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോരുവാണോ? അല്ല. നമ്മളവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കും, ശരീരത്തിലേക്ക് നോക്കും. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ മരിക്കേണ്ടതായിരുന്നു, ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു, കത്തി എരിയേണ്ടതായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ എത്ര നല്ലവൻ, ചിന്തിക്കില്ലേ? എത്ര നല്ലവൻ! എന്ത് കാര്യമുണ്ടായിട്ടാണ് എന്നെ രക്ഷിച്ചത്? ഈ മനുഷ്യൻ എത്ര നല്ലവൻ! പ്രിയപ്പെട്ടവർ, ഇതാണ് ചിന്ത, ഇതാണ് ആരാധന. അവിടെ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല, ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യൻ എത്ര നല്ലവൻ! ഈ വാക്കാണ്, എത്ര വല്ലഭൻ, എത്ര നല്ലവൻ! എന്നെ രക്ഷിച്ച ഈ മനുഷ്യൻ എത്ര നല്ലവൻ! കർത്താവിനെ ഓർക്കുമ്പോൾ ഇത് വരുന്നുണ്ടോ? ഇതാണ് ആരാധന. യേശു കർത്താവിനെ ഓർക്കുമ്പോൾ ഇവൻ എത്ര നല്ലവൻ! അവൻ്റെ ആ പൊള്ളൽ കാണുമ്പോൾ മാത്രമേ നമുക്കത് തോന്നുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുവെന്ന്
വേദപുസ്തകം പറയുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗമുണ്ട്, അവിടെ കർത്താവുണ്ട്, ദൂതന്മാരുണ്ട്. നരകമുണ്ട്, അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എന്തുകൊണ്ടാണ്? അത് വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാണ്. പട്ടണം, അതിൻ്റെ ഭംഗി എത്രയോ വർണ്ണ്യം. അതുകൊണ്ടല്ല, നരകത്തിൽ പോകാൻ പേടിയുള്ളത് കൊണ്ടുമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. സ്വർഗത്തിൽ പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അവിടെ എൻ്റെ കർത്താവുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ കടന്നുപോയപ്പോൾ അവിടെ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എല്ലായിടത്തും അടിച്ചുണ്ടായി, യേശുവിനോട് കൂടെ വീണ്ടും കാണാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഈ നരകത്തിൽ നിന്നാണ് കർത്താവ് രക്ഷിച്ചത്. ഈ നരകയാതനയിൽ നിന്നാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത്. വീണ്ടും ഒരു ഉദാഹരണം, അത് പറയാതിരിക്കാൻ വയ്യ. ആരാധനയും സ്തോത്രവും പ്രാർത്ഥനയും വ്യത്യസ്തമാണ്. ഒരു പേടി തോന്നുന്ന ഒരു ജലാശയം, അത് കണ്ടാൽ പേടി തോന്നും. അത് കാണുമ്പോഴേ നമ്മുടെ കാല് വഴുതുമോ എന്ന് തോന്നും. അത്രമാത്രം ഭീകരമായ ഒരു ജലാശയം. ആ ജലാശയത്തിലേക്ക് ഒരാൾ വീണുപോയി. ഒരാൾ വീണു. അയ്യോ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കരയുകയാണ്, നിലവിളിക്കുകയാണ്. രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങിത്താണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കാറിൽ ആ വഴി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൈകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ട് കാർ നിർത്തി ഓടി വന്ന് ആ വലിയ മനുഷ്യൻ ചാടി ഈ നീന്തലറിയില്ലാത്ത ഈ മനുഷ്യനെ ഒന്നും നോക്കാതെ ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ ബലിഷ്ഠമായ കരങ്ങളിൽ ഈ മനുഷ്യനെ എടുത്തു. മനുഷ്യൻ്റെ ബോധം പോയിരുന്നു. ആ കരയ്ക്ക് വന്ന് നിർത്തി. അപ്പോഴാണ് ബോധം വീണത്. ആ മനുഷ്യൻ പറഞ്ഞു, താങ്ക് യു സർ, താങ്ക് യു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിച്ചത്തേനെ. അതെല്ലാം പറഞ്ഞു സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വാ. അഡ്രസ്സൊക്കെ മേടിച്ചു. മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരും, എന്നെ രക്ഷിച്ചയാളല്ലേ, ഞാൻ തീർച്ചയായിട്ടും വരും. സന്തോഷത്തോടു കൂടെ അവരങ്ങനെ പിരിഞ്ഞു. ഈ മനുഷ്യൻ തന്നെ രക്ഷിച്ച ആ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അതൊരു വീടല്ല, ഒരു വലിയ കൊട്ടാരമാണ്. സെക്യൂരിറ്റിക്കാരൊക്കെ കാവൽ നിൽക്കുന്നു. അദ്ദേഹം പേടിച്ച് അമ്പരന്ന് പോയി. പിന്നെ അതിനുശേഷം വീട്ടിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. അതിൻ്റെ ആ ലിവിംഗ് റൂം, അതിലെ സോഫ, ഇതെല്ലാം കണ്ടപ്പോൾ ബോധം കെട്ടുപോകുന്ന രീതിയിലായി. അദ്ദേഹം ചിന്തിച്ചതുപോലെയല്ല, അമ്പരന്ന് നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഭക്ഷണമേശയിലേക്ക് കൊണ്ടുപോയി. അയ്യോ, തീന്മേശയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഡൈനിങ് ടേബിളിൽ എന്തൊക്കെ വിഭവങ്ങളാണ്! ആ ടേബിളിൽ നിറച്ച് വിഭവങ്ങൾ ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ മനുഷ്യൻ ഇതാരായിരിക്കും? ഒരു പ്രഭുവാണോ? രാജകുമാരനാണോ? അതോ വല്ല ജഡ്ജിയാണോ? ഈ മനുഷ്യൻ എന്തായിരിക്കും അവിടെ നിന്ന് പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? നിങ്ങളൊന്നും പറയില്ല. നിങ്ങൾ അമ്പരപ്പിൽ ആശ്ചര്യപ്പെട്ടു നിൽക്കും. ഇത്ര വലിയ മനുഷ്യനായിരുന്നോ എന്നെ രക്ഷിച്ചത്? ഇത്ര വലിയ മനുഷ്യനായിരുന്നോ എന്നെ രക്ഷിച്ചത്? അത് പ്രാർത്ഥനയല്ല, അത് സ്തോത്രമല്ല. പ്രാർത്ഥന എപ്പോഴാ? എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതാണ് പ്രാർത്ഥന. എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നതാണ് പ്രാർത്ഥന. അതിനുശേഷം രക്ഷിച്ചു, കരയ്ക്ക് കയറ്റി. അവിടെ വന്നപ്പോൾ പറഞ്ഞു, താങ്ക് യു സോ മച്ച്, എന്നെ രക്ഷിച്ചതിന് നന്ദി. അതാ സ്തോത്രം, അതാ നന്ദി, അതാണ് താങ്ക്സ് ഗിവിങ്. എന്നാൽ അതിന് ശേഷമുള്ളൊരു കാര്യമുണ്ട്. എന്നെ രക്ഷിച്ച ആ മനുഷ്യൻ്റെ വലിപ്പം അറിയുമ്പോൾ, ഓ മാലാഖമാർ ആരെ നോക്കി വിറയ്ക്കുന്നു! ആ മനുഷ്യന്റെ വലിപ്പം അറിയുമ്പോൾ അമ്പരന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആരാധന എന്ന് പറയുന്നത്. ഈ ആരാധനയാണ് ദൈവം
നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ നാളുകളിൽ ദൈവം, കർത്താവ് പറഞ്ഞു, എന്നെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. ആ സ്ത്രീ ആത്മീയമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കർത്താവ് അവളുമായി സംഭാഷണം നടത്തുകയാണ്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മൾ ആരാധിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ്. സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കൊരു വിളി കിട്ടി എന്നുള്ളതാണ്. കൂടണയും. നമ്മൾ ഒരു ദിവസം അക്കരെ എത്തും, സ്വർഗത്തിലെത്തും. അവിടെ നാം സന്തോഷിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട നമ്മുടെ കർത്താവിനെ, വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവിനെ, പൂർത്തി വരുത്തുന്നവനായ കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണുമെന്നുള്ളതാണ്. ഇയ്യോബ് പറഞ്ഞു, ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. സത്യമാണ്, എൻ്റെ യേശുവിനെ ഞാൻ മുഖാമുഖം കാണും. ഇതാണ് ഹാബേൽ വിശ്വാസത്താൽ കണ്ടത്. ഹാബേല് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു. നമ്മളിവിടെ ഒരറ്റത്ത് ജീവിക്കുന്നു. കാലചക്രത്തിൻ്റെ അങ്ങേയറ്റത്ത് ഹാബേൽ നിൽക്കുന്നു, ഇങ്ങേയറ്റത്ത് ആയുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ നമ്മൾ നിൽക്കുന്നു. ഇതിൻ്റെ നടുവിലൊരു കാര്യം സംഭവിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ഇതിൻ്റെ നടുവിലൊരു കാര്യം സംഭവിച്ചു. അത് ഹാബേൽ ആരെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടോ, ബലിയർപ്പിച്ചോ, യാഗമർപ്പിച്ചോ, ആ കുഞ്ഞാട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഹാബേലിന് വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വരച്ചു തന്നിരിക്കുകയാണ്. കർത്താവിലേക്ക് നോക്കൂ, ശാന്തമായി. കുഞ്ഞാടിലേക്ക് നോക്കൂ, ശാന്തമായി. അവനെ ആരാധിക്കാം. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, സർവമഹത്വത്തിനും സ്തുതികൾക്കും യോഗ്യൻ ദൈവ കുഞ്ഞാട് മാത്രം. അവനെ നമുക്ക് ആരാധിക്കണ്ടേ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നമുക്ക് തുറക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്, ഒരു ഭവനമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനായി പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഭവനമൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നാം അവിടെ ചെല്ലുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ, യേശുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ നാം ആശ്ചര്യപ്പെടും. മഹാൻ, ഓ നമ്മുടെ കർത്താവ് എത്രയോ വലിയവൻ! ഇത്ര മഹാനായ കർത്താവ്, മോശയേക്കാൾ വലിയവൻ, ഏലിയവനേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ. ഈ കർത്താവിനെയാണല്ലോ ഞാൻ ഈ ഭൂമിയിൽ ആരാധിച്ച് പാടി സ്തുതിച്ചത്. നമുക്ക് ചേർന്ന് പാടാം. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്ക തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തങ്ക തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ, പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധിരത്തിൻ ശക്തിയാലേ. ഇന്ന് അഴുക്കുള്ളവരായ നമ്മൾ, പാപമുള്ളവരായ നമ്മൾ, അലസതയുള്ളവരായ നമ്മൾ ഒരു ദിവസം പൂർണ്ണ വിശുദ്ധരായി കർത്താവിൻ്റെ അടുക്കൽ നിൽക്കും. അതിൻ്റെ കാരണം, ഒരേ ഒരു കാരണം, നമ്മെ വിശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ കർത്താവിൻ്റെ രക്തത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം.
യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിലുള്ളവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ രോഗത്തിൻ്റെ മേൽ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏകാന്തതയിൽ എന്നോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ കടബാധ്യതയുടെ മേൽ എനിക്ക് ജയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പാടാം. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. കുഞ്ഞാടിൻ്റെ രക്തം തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അവിടെ ഞങ്ങളെ കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.